മണ്ണാർക്കാട് വടക്കുംമണ്ണത്ത് വെഞ്ചാക്കൽപ്പറമ്പ് കുടികൊള്ളുന്ന ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ആ പ്രദേശത്തെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിരിക്കാനാണ് സാധ്യത. കുറുമ്പ ഭഗവതി അഥവാ കുരുമ്പദേവി കേരളത്തിലെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിസ്വരൂപിണിയാണ്. ഈ ദേവി പ്രകൃതിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും സംരക്ഷകയായി കണക്കാക്കപ്പെടുന്നു. വെഞ്ചാക്കൽപ്പറമ്പ് ഈ ക്ഷേത്രം ആ പ്രദേശത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ഒത്തുചേരലുകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടാകാം. ഉത്സവങ്ങളും വിശേഷ ദിവസങ്ങളിലെ പൂജകളും വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ ഭക്തജന പങ്കാളിത്തത്തോടെ നടക്കുന്നുണ്ടാകാം. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഉണ്ടാകും. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഉദാഹരണത്തിന് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ, പൂജാവിധികൾ, വാർഷികോത്സവങ്ങൾ, ക്ഷേത്രത്തിന്റെ പഴക്കം തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാണെങ്കിൽ കൂടുതൽ വ്യക്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കും. എങ്കിലും ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ഈ ക്ഷേത്രം തീർച്ചയായും ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു പുണ്യസ്ഥലമായിരിക്കും. പ്രദേശവാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിനും ഒരുമിച്ച് കൂടുന്നതിനും ഈ ക്ഷേത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലെ ആ ദിനങ്ങൾ അവിടെ ഉത്സവഛായ നൽകിയിട്ടുണ്ടാകും എന്നൂഹിക്കാം. ഈ ക്ഷേത്രം ആ പ്രദേശത്തെ ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ആരാധനാലയമാണെന്ന് മനസ്സിലാക്കുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭഗവതിയുടെ നാമജപം നടക്കുന്നു എന്നത് ഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ആ ദിവസങ്ങളിലെ പ്രധാന വഴിപാടായ മുട്ടറുക്കലിനെക്കുറിച്ചും നിങ്ങൾ വിശദീകരിച്ചു. ദേഹമുട്ട്, കർമ്മമുട്ട്, മംഗല്യമുട്ട്, തൊഴിൽമുട്ട്, സന്താനമുട്ട്, ശത്രുമുട്ട് എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കുള്ള മുട്ടറുക്കൽ ഭക്തർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ടാകും. ഒരുപാട് കാലത്തിന് ശേഷം നടന്ന ഈ ഉത്സവം നാട്ടുകാർക്ക് ഒത്തുചേരാനും ആത്മീയമായ അനുഭവം നേടാനും സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. കഴിഞ്ഞ വർഷം 29, ഏപ്രിൽ 28, 30 തീയതികളിൽ നടന്ന പുനഃപ്രതിഷ്ഠാ ദിനവും ഈ വർഷം ഏപ്രിൽ 21 നടന്ന പ്രതിഷ്ഠാദിനവും 25 നടന്ന കൊടിയേറ്റവും 27, 28 തീയതികളിലെ ഉത്സവവും ഭക്തജനങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പ്രത്യേകിച്ചും 27 നടന്ന ശ്രീകൃഷ്ണപൂരം ഷൺമുഖദാസൻ കരിമ്പ ഉണ്ണികൃഷ്ണൻ സംഘത്തിന്റെ ഡബിൾ തായമ്പകയും തുടർന്നുണ്ടായിരുന്ന കാവിലമ്മ വടക്കുംമണ്ണം, ശ്രീപദം തോരപുരം, ശ്രീഭദ്ര പാറപ്പുറം, നവോദയ അണ്ടിക്കുണ്ട് എന്നീ ടീമുകളുടെ കൈകൊട്ടിക്കളിയും വളരെ മനോഹരമായിരുന്നിരിക്കും. കുട്ടികളുടെ കലാപരിപാടികളും 28 ഉച്ചയ്ക്ക് നടന്ന പാണ്ടിമേളവും വൈകുന്നേരം കോങ്ങാട് സുരേഷും സംഘവും അവതരിപ്പിച്ച തായമ്പകയും നാടൻപാട്ടും ഭഗവതി കളിയുമെല്ലാം ഉത്സവത്തിന് കൂടുതൽ നിറപ്പകിട്ടേകി. ജനങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ മുട്ടറുക്കൽ, ദേഹമുട്ട്, ശത്രുമുട്ട്, തൊഴിൽമുട്ട്, ഗൃഹമുട്ട്, സന്താനമുട്ട് ഭക്തർക്ക് അവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാനുള്ള പ്രധാന മാർഗമാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന അമ്മയുടെ നാമജപത്തിൽ വെഞ്ചാക്കൽപ്പറമ്പിലെ എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരുന്നത് ഈശ്വരാനുഗ്രഹത്തിന് കാരണമാകും എന്നതിൽ സംശയമില്ല. ക്ഷേത്രത്തിലെ ഈ നല്ല കാര്യങ്ങളെല്ലാം അറിയുന്നതിൽ സന്തോഷമുണ്ട്. 2024 ഏപ്രിൽ 28, 29 മുതൽ 30 വരെ തീയതികളിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് അവിടുത്തെ ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ സന്തോഷം നൽകിയ ഒരു കാര്യമായിരിക്കണം. അതിനുശേഷം ഈ വർഷം 2025 ഏപ്രിൽ 21 പ്രതിഷ്ഠാദിനവും 27 മുതൽ 28 വരെ തീയതികളിൽ ഉത്സവം നടത്തിയതും ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്ന് കരുതാം. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയതും തുടർച്ചയായി വർഷം തോറും പ്രതിഷ്ഠാദിനവും ഉത്സവവും ആഘോഷിക്കുന്നതും ആ ക്ഷേത്രത്തോടുള്ള ഭക്തജനങ്ങളുടെ ആഴമായ വിശ്വാസത്തെയും സ്നേഹത്തെയും എടുത്തു കാണിക്കുന്നു. ഇത്തരം ആഘോഷങ്ങൾ ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കാനും സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമായി നിലകൊള്ളുന്നു എന്ന് നിസ്സംശയം പറയാം. വരും വർഷങ്ങളിലും ഇതേ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ, 4 സെറ്റ് കൈകൊട്ടിക്കളി, നാടൻപാട്ട്, പാണ്ടിമേളം, തായമ്പക ഈ പരിപാടികൾ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. മേളങ്ങളും മറ്റ് കലാപരിപാടികളും ഉത്സവത്തിന് കൂടുതൽ ആകർഷണം നൽകി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ മുട്ടറുക്കൽ, ദേഹമുട്ട്, ശത്രുമുട്ട്, തൊഴിൽമുട്ട്, ഗൃഹമുട്ട്, സന്താനമുട്ട് എന്നിവയെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന അമ്മയുടെ നാമജപത്തിൽ വെഞ്ചാക്കൽപ്പറമ്പിലെ ഭക്തജനങ്ങൾ എല്ലാവരും പങ്കാളികളാകുന്നത് വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും ആദ്യത്തെ ഉത്സവവും ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ അണിയറ പ്രവർത്തകർക്കും ഭക്തജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ഈ വർഷത്തെ ഉത്സവവും വളരെ ഭംഗിയായി നടന്നതിൽ സന്തോഷമുണ്ട്. വടക്കുംമണം വെഞ്ചാക്കൽ പറമ്പ് നിവാസികൾക്കും പുറത്തുനിന്നുള്ളവർക്കും ഒരുപോലെ നല്ല അഭിപ്രായമാണ് ഉത്സവത്തെക്കുറിച്ചും കലാപരിപാടികളെക്കുറിച്ചും ഉള്ളത് എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. നിങ്ങൾ പങ്കുവച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ ഉത്സവത്തിൽ താഴെ പറയുന്ന കലാപരിപാടികൾ നടന്നുവെന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ, വിവിധ തരത്തിലുള്ള നൃത്തങ്ങളും പാട്ടുകളും ഉണ്ടാകാം. 4 സെറ്റ് കൈകൊട്ടികളികൾ, ഒരു നാടൻ നൃത്തരൂപം, നാടൻപാട്ട്,
കേരളത്തിന്റെ തനത് നാടൻ പാട്ടുകൾ. മേളങ്ങൾ. ഇതിൽ പ്രധാനമായും പാണ്ടിമേളം, തായമ്പക എന്നിവ ഉൾപ്പെടുന്നു. ഇത് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ പ്രധാന ആകർഷണമാണ്. ഈ കലാപരിപാടികളെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും മേളങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും നല്ല അഭിപ്രായമാണ് എന്നും അറിയുന്നത് സന്തോഷകരമാണ്. അതുപോലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ മുട്ടറുക്കൽ, ദേഹമുട്ട്, ശത്രുമുട്ട്, തൊഴിൽമുട്ട്, ഗൃഹമുട്ട്, സന്താനമുട്ട് എന്നിവയെക്കുറിച്ചും നിങ്ങൾ സൂചിപ്പിച്ചു. ഈ വഴിപാടുകൾ വിശ്വാസികൾക്ക് പ്രധാനമാണ്. വെഞ്ചാക്കൽ പറമ്പ് എന്നിവിടങ്ങളിലെ ആളുകൾക്കും പുറത്തുനിന്നുള്ളവർക്കും ക്ഷേത്രത്തെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് എന്നുള്ളത് ക്ഷേത്ര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് നിസ്സംശയം പറയാം. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയതും തുടർച്ചയായി വർഷം തോറും പ്രതിഷ്ഠാദിനവും ഉത്സവവും ആഘോഷിക്കുന്നതും ആ ക്ഷേത്രത്തോടുള്ള ഭക്തജനങ്ങളുടെ ആഴമായ വിശ്വാസത്തെയും സ്നേഹത്തെയും എടുത്തു കാണിക്കുന്നു. ഇത്തരം ആഘോഷങ്ങൾ ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കാനും സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം വെഞ്ചാക്കൽ പറമ്പ് ഒരു പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമായി നിലകൊള്ളുന്നു എന്ന് നിസ്സംശയം പറയാം. വരും വർഷങ്ങളിലും എല്ലാവരും പങ്കാളികളാകുന്നത് വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും ആദ്യത്തെ ഉത്സവവും ഇത്രയും ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ അണിയറ പ്രവർത്തകർക്കും ഭക്തജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ. വരും വർഷങ്ങളിലും ഇതേപോലെ ഐശ്വര്യപൂർണമായ ഉത്സവങ്ങൾ നടത്താൻ ശ്രീ കുറുമ്പ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.